ഗോപികയിലെ ഗോപികോമാരെല്ലാം ഓടിവായോ. നമ്മുടെ മലപ്പുറത്ത്, നമ്മുടെ സ്വന്തം മലപ്പുറത്ത്, നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത്, നീളാ നദിയുടെ തീരത്ത് മാഘ മഹോത്സവം കുംഭമേള അരങ്ങേറാണല്ലോ. അപ്പോൾ ഇന്ന് ആണ് സ്റ്റാർട്ടിങ്. മൗനി അമാവാസി ഇന്ന് സ്റ്റാർട്ടിങ് ആണ്. ഞാൻ ഇന്ന് വന്നതാണ് കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് രാവിലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴാണ് വന്നത്. പാലമൊക്കെ കെട്ടിയിരിക്കുന്നതുണ്ടോ, ഒരുപാട് സന്തോഷം. ഇന്ന് അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു. തിരുനാവായ നവമുകുന്ദൻ്റെ അടുത്ത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു നവമുകുന്ദൻ്റെ അടുത്ത്. ഒരുപാട് ഗുരുവായൂരമ്പലം പോലെ ഒരുപാട് ആളുകൾ ഇവിടെ നവമുകുന്ദനെ കാണാൻ വരണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ തിരുനാവായ എന്ന് പറയുന്നത് ത്രിമൂർത്തി സംഗമ സ്ഥാനമാണ്. അവിടെ ബ്രഹ്മക്ഷേത്രമുണ്ട്, അപ്പുറത്ത് ശിവക്ഷേത്രമുണ്ട്. പിന്നെ ഈ ഭാരതപ്പുഴ എന്ന് പറയുന്നത് തന്നെ സപ്തസിന്ധുക്കളുടെ സാന്നിധ്യമുണ്ട്. ഗംഗ, യമുന, സരസ്വതി എല്ലാ നദികളുടെയും സാന്നിധ്യം ഉള്ളതാണ്. കണ്ടോ, ആളുകൾ സ്നാനം ചെയ്യുന്നുണ്ടോ ഭാരതപ്പുഴയിൽ. നല്ല ക്ലീൻ വാട്ടർ ആക്കിയിട്ടുണ്ട്. നല്ല എന്താ പറയാ, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇന്ന് തന്നെ ഒത്തിരി ആളുകൾ വന്നു. പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ മലപ്പുറം തിരുനാവായിലേക്ക് ഒഴുകി എത്തുന്നുണ്ട്. എല്ലാവരും വരണം, ഒരു പ്രാവശ്യമെങ്കിലും. കേരളത്തിലെ എല്ലാ ആളുകളും വരണം. ഇവിടെ നവമുകുന്ദനെയും തൊഴണം. നമ്മുടെ ഈ ഭാരതപ്പുഴയിൽ അരങ്ങേറുന്ന ഈ മഹത്തായ സംഭവം നോക്കൂ. ഭഗവാൻ ധർമ്മം എപ്പോഴും പുനഃസ്ഥാപിക്കുന്നു പറയണത് എത്ര ശരിയാണ്. എല്ലാത്തിനും സാക്ഷിയായി നമ്മുടെ തിരുനാവായ നവമുകുന്ദന്റെ മുറ്റത്ത് നിൽക്കുന്ന ആ ഒരു അപ്പൂപ്പൻ ആൽമരം ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. വർഷങ്ങൾക്ക് മുന്നേ, ഏതോ അങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ, 10-15 നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉണ്ടായിരുന്ന മാഘ മഹോത്സവം, മാമാങ്കം എന്ന പേരിൽ വളരെ പ്രസിദ്ധമായിരുന്നു. പിന്നെ അത് കാലാന്തരത്തിൽ കാലങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി. അതിന്റെ പ്രൗഢിയെല്ലാം പോയി. ഇതാ ഇപ്പോൾ ധർമ്മത്തിന്റെ പുതിയൊരു യുഗം. എന്താ പറയാ, ഭഗവാന്റെ ഭജനകള്, ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങള്, ഭഗവാനെ കുറിച്ച് കേരളത്തിൽ അതും നോക്കൂ എന്തുമാത്രം മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. കേരളത്തിൽ ഇങ്ങനെ ഒരു നമ്മൾ UP-യിലൊക്കെ ഇത്രയും വലിയ ജനക്കൂട്ടം ഗംഗാ തീരത്തൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ അതിനെ അനലൈസ് ചെയ്യും. എല്ലാവരെയും നമ്മൾ ഭയങ്കരമായിട്ട് അവിടുത്തെ ഗവൺമെന്റിനെയൊക്കെ പറ്റി നമ്മൾ പറയും. പക്ഷെ അതേപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് എല്ലാവരും ചേർന്ന് നടത്താമെന്ന് നമുക്ക് കാണണം. അതായത് നല്ല രീതിയിൽ അത് പോകണം, എല്ലാം നല്ലതായിട്ട് സമാപിക്കണം. അതുവരെ കേരളത്തിലുള്ള എല്ലാ ജനതയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഞാൻ ആഗ്രഹിച്ചതാണ്, സത്യമാണ്, ഞാൻ ആഗ്രഹിച്ചതാണ് നവമുകുന്ദൻ്റെ അടുത്ത് ഒത്തിരി ആളുകൾ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിനേക്കാളും പഴക്കമുള്ള 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണ് തിരുനാവായ എന്ന് പറയുന്നത്. ഇവിടെ ലക്ഷ്മീദേവിയുടെ, രാധാറാണിയുടെ സാന്നിധ്യമുള്ള ക്ഷേത്രമാണിത്. നവമുകുന്ദൻ നവയോഗികൾ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ 8 എണ്ണം മണ്ണിനടിയിലുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള നവമുകുന്ദന്റെ അത്രയും പ്രശസ്തിയുള്ള ക്ഷേത്രം, ഏകദേശം ഗുരുവായൂർ ക്ഷേത്രത്തിനേക്കാളും മുകളിൽ പഴക്കമുള്ള ക്ഷേത്രമാണ്. എന്നിട്ട് ഇവിടെ ആളുകൾ വെറും ബലിതർപ്പണം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം, വെറും അല്ല കേട്ടോ, പിതൃതർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാത്രമാണ് തിരുനാവായ കാണുന്നത്. പക്ഷേ ഇത് എന്ന് പറയുന്നത് പണ്ട് ഒരു ഐശ്വര്യത്തിന്റെ വിളനിലായിരുന്നു എന്നാ പറയണത്. മാത്രമല്ല ഈ ഭാരതപ്പുഴ ചുമ്മാതെയൊന്നുമല്ല. ഈ പുഴയ്ക്ക് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ പുഴയ്ക്ക് മാത്രം എന്താ ഭാരതപ്പുഴ എന്ന് പേരിട്ടിരിക്കുന്നത്? കേരളത്തിലുള്ള ഒരു പുഴയ്ക്ക് എന്തിനാ ഭാരതപ്പുഴ എന്ന് പേര് വന്നത്? അപ്പൊ അതിന്ന് തന്നെ വ്യക്തമാണ് കാര്യങ്ങൾ. നമ്മുടെ ഭാരതത്തിന്റെ, അതായത് ഒരുപാട് കൃതയുഗത്തോളം പഴക്കമുണ്ട് കഥയ്ക്ക്. പരശുരാമൻ ഇവിടെ വെച്ചിട്ടാണ്, ഇവിടെ ഈ ഭൂമിക്ക് ശ്രീചക്ര ഭൂമിയാണിത്. ഇതിന്റെ നമ്മുടെ എന്താ പറയാ, കേരളം ഉൾപ്പെടുന്ന ആ ഭാഗം, ഗോകർണം വരെയുള്ള ഭാഗത്തിന്റെ സെന്റർ പോയിന്റാണിത്. ഈ ഭൂമിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. അത് ചുമ്മാതെ അല്ല. ഈ ഭൂമി, ഈ പുഴയ്ക്ക് ഭാരതപ്പുഴ എന്ന പേരും, പിന്നെ ഈ സ്ഥലത്തിൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ സാന്നിധ്യം, ത്രിമൂർത്തി സാന്നിധ്യം, 33 ദേവീ ദേവന്മാർ ഇവിടെ വന്ന് സ്നാനം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. വെറുതെയുള്ള സ്ഥലമല്ല ഇത്. ഇത് തിരുനാവായ എന്ന് പേര് വരണമെങ്കിൽ തന്നെ അത് 108 ദിവ്യദേശങ്ങളിൽ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആഴ്വാർമാരുടെ ദിവ്യ പ്രബന്ധത്തിലുള്ള ക്ഷേത്രമാണിത്. അപ്പോൾ ഇത് വെറുതെ ഒരു സ്ഥലമല്ല തിരുനാവായ. ഈ കേരളത്തിലുള്ള എല്ലാ ജനതയും വരണം, കുംഭമേളയിൽ പങ്കെടുക്കണം, നമ്മുടെ ഭാരതപ്പുഴയിൽ സ്നാനം ചെയ്യണം. ഇത് വളരെ പ്രശസ്തമായിട്ട് മാറും. ഇതുകൊണ്ട് എത്ര ആളുകൾക്ക് ഉപജീവനം ഉണ്ടാവും, ഈ സ്ഥലത്തിന്റെ പ്രൗഢി തന്നെ മാറും. മലപ്പുറം ജില്ല എന്ന് കേൾക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമില്ല, ഇതൊരു നല്ല ജില്ല തന്നെയാണ്. അപ്പോൾ എല്ലാം മാറും. ഇവിടെ ഈ ജില്ലയെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ തന്നെ മാറും. ഭഗവാന്റെ, ഗുരുവായൂരപ്പന്റെ ഒരുപാട് ഭക്തര്, പൂന്താനാകട്ടെ, നമ്മുടെ എഴുത്തച്ഛനാകട്ടെ, വില്ലുമംഗല സ്വാമിയാരാകട്ടെ, എല്ലാവരും ഈ ജില്ലയിലാണ് പറയുമ്പോൾ ഉള്ളത്. ഇവിടത്തെ ആരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ ഒരുപാട് ഉയർത്തും. കേരളത്തിലെ, പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലെ, എൻ്റെ വീട് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ കഷ്ടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമല്ല ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ ഈ മാഘ മഹോത്സവത്തിൽ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, എനിക്കറിയാം.
അതായത് ഈ മാഘ മഹോത്സവം, അതായത് മഹാമാഘ മഹോത്സവം 2026 പൂജിച്ച മഹാമേരു ശ്രീചക്രവുമായിട്ട് ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനത്ത് നിന്നും തിരുനാവായിലേക്ക് മഹാമാഘ മഹോത്സവത്തിന് പുറപ്പെടുന്ന രഥയാത്രയെ നയിക്കുന്നത് ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ ആചാര്യനായ യതീശാനന്ദ നാഥൻ ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ടാണ്. പിന്നെ ഈ മാഘ മഹോത്സവത്തിൽ നടക്കുന്ന ഗായത്രി ഹോമം, വേദയജ്ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മന്ത്രജപങ്ങളെ സംയോജിപ്പിക്കുന്നത് അരുൺ പ്രഭാകർജി ആചാര്യനായ ഗായത്രി ഗുരുകുലാണ്. പിന്നെ ദീപപ്രയാണവും അരയാൽ പ്രതിഷ്ഠയും ആവശ്യമായിട്ടുള്ള അരയാൽ തൈകൾ സംയോജിപ്പിക്കുന്നതിന് മരസേന എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് ഇവിടെ. പിന്നെ ഭക്ഷണം, അന്നം ഒരുക്കുന്നുണ്ട് എല്ലാവർക്കും. മാഘ മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭക്ഷണമുണ്ട്. പഴയുടെ മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണം. പിന്നെ കാശിയിൽ ഗംഗാ ആരതി നടക്കുന്ന പോലെ ഇവിടെയും ഗംഗാ ആരതി, അതായത് ഇവിടെ നദീ പൂജ ഉണ്ടാവും. ആരതി പണ്ഡിറ്റുകളെ കൊണ്ടുവന്ന്, ഗംഗാ ആരതി നടത്തുന്ന അതേ പണ്ഡിറ്റുകളെ കൊണ്ടുവന്ന് ഇവിടെ ഗംഗാ ആരതി പോലെ തന്നെ നിള ആരതി നടക്കാണ്. ഭാരതപ്പുഴയെ പൂജിക്കുകയാണ്, നിള ആരതി നടക്കാണ്. അത് മോഹൻജി ഫൗണ്ടേഷൻസ് ആണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനി ഇവിടെ എത്തിച്ചേരാൻ നിങ്ങൾക്ക് റെയിൽവേ മാർഗ്ഗം ഏറ്റവും അടുത്ത് തിരുനാവായ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ തിരൂരിൽ റെയിൽവേ സ്റ്റേഷൻ എല്ലാ മെയിൻ നമ്മുടെ വന്ദേ ഭാരത് എല്ലാം സ്റ്റോപ്പ് ഉള്ളതാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ബസ് വഴിയാണ് വരികയാണെങ്കിൽ തിരൂർ കുറ്റിപ്പുറം വരാം. പിന്നെ ഏറ്റവും അടുത്ത കാലിക്കറ്റ് എയർപോർട്ട് ഉണ്ട്. പിന്നെ അങ്ങനെ ഈ മാഘ മഹോത്സവം ഒരു വലിയൊരു സംഭവം ആക്കി മാറ്റേണ്ടത് നിങ്ങളാണ്.